ഇപ്പൊ കൊടുത്ത ഓർഡറില് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓൾറെഡി അവര് താൽക്കാലികമാണ്, അപ്പൊ അത് പെർമനന്റ് ആക്കിയാൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓർഡറിൽ താൽക്കാലിക വാച്ച് ഞാൻ അറിഞ്ഞത് നമുക്ക് സംസാരിക്കാം കേട്ടാ. എന്നാലും ഈ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിച്ച് എല്ലാവരോടും സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാം കേട്ടാ. നിലവിൽ നമുക്ക് മെച്ചപ്പെട്ട 2 വാച്ചന്മാരല്ലേ ഉള്ളൂ. നിങ്ങളും പിന്നെ ആരാണ്? 2 ആദ്യമായിട്ട് നടന്ന സംഭവം കഴിഞ്ഞപ്പോഴും ഞാനും ജിയോടെ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് പുള്ളിക്കാരനാണ് സംഭവം നടന്നത് അറിയിക്കുന്ന വാച്ചന്മാരെയാണ്. ഇങ്ങനെ ഇൻസിഡന്റ് സ്വന്തം ഭാര്യക്കാണെന്നൊന്നും പുള്ളി അറിയില്ല, ആരാണെന്നൊന്നും അറിയില്ല. രാവിലെ ഇവിടുന്ന് ഇറക്കി വിട്ടതിന് ശേഷം വേറെ സൈറ്റിൽ പോയി. അപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്, കണ്ടർബോർഡ് വിളിച്ചു വരുന്നത് വാച്ചന്മാരോട് ഇങ്ങനെ സംഭവം നടന്നത്. കുറെ കൂടെ ഇവിടെയുള്ള ഈ കുടുംബങ്ങൾക്കൊക്കെ ഒരു വലിയ ഗുണമാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഇവിടെയുള്ള ഈ കുടുംബങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാടിനെ കുറിച്ച് അറിയാം. ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രയാസമുണ്ടല്ലോ. ഇവിടെ രണ്ടുപേര് വരുന്നത് ഇവര് മാത്രമേ ഉള്ളൂ. എത്രയോ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിസ്സാര കാരണത്തിന്റെ പേരിൽ ആ ആളുകളെ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആളുകളും അവരിതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം. വിജയൻ അടക്കമുള്ള ആളുകൾ ഇതിന് കാടിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുകൾ. നാല് പേരുണ്ടായിട്ടുള്ളൂ വാച്ചർമാർ. ഇപ്പൊ 2 പേര് കാരണം വളരെ എനിക്ക് കൊടുത്തിട്ടല്ല രാഷ്ട്രീയ ഓടണം. 2 പേര് എന്തെങ്കിലും 2 പേരാവണം. ഈ രാത്രി ആണിറങ്ങി എന്ന് പറഞ്ഞു ശമ്പളത്തിന്റെ പേരിൽ ഞങ്ങൾ കുറെ താമസമുണ്ട്. അന്നൊക്കെ കിട്ടുമ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് അവർക്ക് ശമ്പളം കൊടുത്തത്. അതും ഫുള്ളും കൊടുക്കുന്നില്ല.